യെസ്, വീർ സവർക്കർ ചോദ്യം ഉൾപ്പെടുത്തിയ സംഭവത്തിൽ സർക്കാരിന് കനത്ത തിരിച്ചടി ഉണ്ടാവുകയാണ്. അധ്യാപകന്റെ സസ്പെൻഷന് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. 1 മാസത്തേക്കാണ് സസ്പെൻഷൻ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. ഇവരുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ഗൗതം ആനന്ദാരായണൻ ചേർന്നു. ഗൗതം, നമുക്കറിയാം ഈ ഒരു വിഷയത്തിൽ ഇത്തരത്തിലൊരു നടപടി കോടതി സ്വീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലാകാലങ്ങളായി വീർ സവർക്കറെ അപമാനിക്കുന്ന അത്തരത്തിലുള്ള ചില വിഭാഗങ്ങളുണ്ട്. അവർക്കെല്ലാം ഏറ്റവും ഒരു തിരിച്ചടി തന്നെയായിട്ട് വേണ്ടി ഈ ഒരു ഉത്തരവിനെ കണക്കാക്കാൻ. അമല, അത് തന്നെയാണ്. അതായത് ഇത് കേവലം നമുക്ക് ഈ കാസർഗോഡ് സംഭവവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല നമ്മൾ ഈ വിഷയത്തെ അടയാളപ്പെടുത്തേണ്ടത്. അതായത് അമൽ ചൂണ്ടിക്കാണിച്ചതുപോലെ വീർ സവർക്കറെ അപമാനിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തെ ചെറുതാക്കി കാണിക്കുവാൻ, ഇകഴ്ത്തി കാണിക്കുവാൻ കാലാകാലങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ശ്രമങ്ങൾക്കുള്ള തിരിച്ചടി കൂടിയാണ് ഹൈക്കോടതിയുടെ ഈ വിധി പ്രസ്താവം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇത്രത്തോളം ത്യാഗം അനുഭവിച്ച ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാലഘട്ടം മുഴുവൻ ജയിൽവാസം അനുഭവിച്ച് അവിടെ കൊടിയ പീഡനങ്ങൾ നേരിട്ട് ഏതാണ്ട് 10 വർഷക്കാലം ഏകാന്ത തടവിന് വിധിക്കപ്പെട്ട് അങ്ങനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം പ്രത്യേകിച്ച് 1857 മുതൽ 1947 വരെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രത്തിൽ സുവർണ അധ്യായം എന്നാണ് വി ഡി സവർക്കറെ പൊതുവെ വിശേഷിപ്പിക്കുക തന്നെ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സവർക്കർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അദ്ദേഹത്തിന് കാര്യമായ സംഭാവനകൾ ഇല്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ഏജന്റാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ള ദുഷ്പ്രചരണം അല്ലെങ്കിൽ ചരിത്രത്തോട് അനീതി പുലർത്തിക്കൊണ്ടുള്ള പ്രചരണം ഏറ്റവും കൂടുതൽ നടന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ഒരുപക്ഷെ കേരളത്തിന് പുറത്ത് വി ഡി സവർക്കറിന് കിട്ടിയിരിക്കുന്ന അംഗീകാരം, അദ്ദേഹത്തിനെ എവിടെയാണ് ദേശീയ നേതാക്കൾ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്നൊക്കെ കേരളത്തിന് പുറത്തേക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ ഏറ്റവും അധികം ഇവിടുത്തെ ഒരു വിഭാഗം ചരിത്രകാരന്മാർ, ഒരു വിഭാഗം മാധ്യമങ്ങൾ, കേരളത്തിൽ അധികാരത്തിൽ ഇരുന്നിട്ടുള്ള മുന്നണി രാഷ്ട്രീയം, അവരെ താലോലിക്കുന്ന ആളുകൾ, ഇവരെല്ലാം കൂടി വി ഡി സവർക്കറെ പ്രതിഷ്ഠിച്ചത് ബ്രിട്ടീഷുകാരുടെ ഏജന്റ് എന്ന നിലയിലാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരം പ്രചരണങ്ങൾ കാലാകാലങ്ങളായി ഈ നാട്ടിൽ നടത്തുകയും ചരിത്രത്തോട് അനീതി പുലർത്തുകയും ചെയ്ത സംഘടിത വിഭാഗങ്ങൾക്കുള്ള വലിയ പ്രഹരമാണ് ഇപ്പോഴത്തെ ഈ ഹൈക്കോടതിയുടെ ഈ വിധിപ്രസ്താവം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ അധ്യാപകൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന ചോദ്യമാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഉയർന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അധ്യാപകരെ സസ്പെൻഡ് ചെയ്തത്? കാരണം അദ്ദേഹം ഒരു വസ്തുനിഷ്ഠമായ ഒരു ചോദ്യം കുട്ടികൾക്ക് മുന്നിലേക്ക് ഇടുന്നു. ക്വിസ് കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട് ആ ചോദ്യാവലിയിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ബ്രിട്ടീഷുകാരിൽ നിന്നും ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിച്ചത്, ജയിൽ ശിക്ഷ അനുഭവിച്ച വ്യക്തി ആര് എന്നതാണ് ചോദ്യം. അപ്പോൾ സ്വാഭാവികമായും കുഞ്ഞുങ്ങൾ അതിന് ഉത്തരം എഴുതേണ്ടത് വീർ സവർക്കർ എന്ന് തന്നെയാണ്. കാരണം സവർക്കറിന്റെ സ്ഥാനത്ത് നെഹ്റുവിന്റെ പേര് എഴുതാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായും ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ബ്രിട്ടീഷുകാർ 50 വർഷക്കാലമാണ് വി ഡി സവർക്കറെ തടവിന് വിധിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം സമൂഹത്തിന് മുന്നിലേക്ക്, പ്രത്യേകിച്ച് അടുത്ത തലമുറയ്ക്ക് മുന്നിലേക്ക് ഒരു ചോദ്യാവലിയായി ഈ ചരിത്രം പഠിപ്പിക്കുവാനാണ് അധ്യാപകൻ ശ്രമിച്ചത്. ആ അധ്യാപകനെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഡ് ചെയ്തത് എന്ന വലിയ ചോദ്യം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർന്നു നിൽക്കുകയായിരുന്നു. അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ കേരള ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നേരത്തെ അമൽ ചൂണ്ടിക്കാണിച്ച ആ വിഷയം തന്നെയാണ്. അതായത് ഒരു വിഭാഗം ചരിത്രകാരന്മാർ, പ്രത്യേകിച്ച് ഇടത് ചരിത്രകാരന്മാർ, അവരാണ് ഏറ്റവും കൂടുതൽ വി ഡി സവർക്കറുടെ സംഭാവനകളെ ചെറുതാക്കി കാണിക്കാൻ ശ്രമിച്ചത്. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ബ്രിട്ടീഷുകാരെ ഒറ്റിക്കൊടുത്ത ഒരേ ഒരു വിഭാഗം അത് കമ്മ്യൂണിസ്റ്റുകളാണ് എന്ന വസ്തുത മറച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. കാരണം 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്ന വേളയിൽ അന്ന് കമ്മ്യൂണിസ്റ്റുകൾക്ക് എന്തു പണിയും ഞങ്ങൾ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അന്ന് CP ജോഷിയെ പോലെയുള്ളവർ എഴുതി കൊടുത്ത മാപ്പ് മുഴുവൻ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം നാണം കെടുത്തുന്നതാണ്. അതിനു മുൻപ് എസ്.എ. ഡാംഗെയെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി എന്തു പണിയും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന മാപ്പപേക്ഷ നൽകിയ നാട്. അപ്പോൾ അത്തരം മാപ്പപേക്ഷകളെ മറച്ചു പിടിക്കുവാൻ വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ വി ഡി സവർക്കറിന്റെ ലെഗസിയെ താഴ്ത്തിക്കെട്ടുവാനുള്ള ശ്രമം കാലാകാലങ്ങളായി നടത്തിയത്. അത്തരം ശ്രമങ്ങൾക്കേറ്റ കനത്ത പ്രഹരം ആണ് ഇന്നത്തെ ഹൈക്കോടതിയുടെ നിരീക്ഷണം. അമൽ, യെസ്, വ്യക്തമാണ് ഗൗതം.